സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആയോഗ് ആണ്. നീതി ആയോഗ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. 11ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പഞ്ചവത്സര പദ്ധതി ഏത്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചത് എന്ന്? പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ച വർഷം 2014 ആണ്. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചത്. 2014 ഓഗസ്റ്റ് 28. ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ കണക്കെടുക്കുന്ന സ്ഥാപനം NSO ആണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇന്ത്യയിൽ കറുത്ത ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത് 1973-74 ബഡ്ജറ്റാണ്. ഇത് അവതരിപ്പിച്ചത് യശ്വന്ത് റാവു ചവാൻ ആണ്. ഇന്ത്യയിലെ കറുത്ത ബഡ്ജറ്റ്, ബ്ലാക്ക് ബഡ്ജറ്റ് എന്നറിയപ്പെട്ടത് 1973-74 ബജറ്റാണ്. ഇത് അവതരിപ്പിച്ചത് ആരാണ്? യശ്വന്ത് റാവു ചവാൻ ആണ്. സേവാഗ്രാം പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആര്? സേവാഗ്രാം മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത്? NDMA. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 2005. 10ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത്. നബാർഡ് രൂപവൽക്കരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? നബാർഡ് രൂപവൽക്കരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ്. ശിവരാമൻ കമ്മിറ്റി. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. BSE. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഖനനം സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ്? ഖനനം വരുന്നത് പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടറിലാണ് ഖനനം വരുന്നത്. ഇന്ത്യയിൽ വരുമാന നികുതി, ഇൻകം ടാക്സ് പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. ടാക്സ് ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. ഇന്ത്യയിലെ ദ്വിതീയ പൗരൻ, സെക്കൻഡ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ്. ലോകസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലോകസഭയുടെ പിതാവ് GV മൗലങ്കർ ആണ് ലോകസഭയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. രൂപീകരണ വേളയിൽ കേരള ബാങ്കിൽ ചേരാത്ത സഹകരണ ബാങ്ക് ഏതായിരുന്നു? രൂപീകരണ വേളയിൽ കേരള ബാങ്കിൽ ചേരാത്ത സഹകരണ ബാങ്ക് മലപ്പുറം സഹകരണ ബാങ്ക്. 100,000-ൽ താഴെ ജനസംഖ്യയുള്ള നഗരപ്രദേശം അറിയപ്പെടുന്നത്? 100,000-ൽ താഴെ ജനസംഖ്യയുള്ള നഗരപ്രദേശമാണ് പട്ടണം. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഷിംലയിലാണ്. ഷിംല. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കട്ടക്കാണ്. കട്ടക്ക്. രാത്രിയുടെയും പകലിന്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഡാഷ് രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ്. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് രാത്രിയുടെയും പകലിന്റെയും നീളം തുല്യമാക്കുന്നത്. ഭൂമധ്യരേഖ. ഏറ്റവും പുരാതനമായ വേദം ഏതാണ്? ഏറ്റവും പുരാതനമായ വേദം ഋഗ്വേദമാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരളാണ്. കരൾ. ആസിഡിനെ നിർവീര്യമാക്കുന്നതിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ അറിയപ്പെടുന്നത്? ആസിഡിനെ നിർവീര്യമാക്കുന്നതിന് ഉപയോഗിക്കുന്നവയാണ് അന്റാസിഡുകൾ. ആസിഡിനെ നിർവീര്യമാക്കുന്നതിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ അറിയപ്പെടുന്നത് അന്റാസിഡുകൾ എന്നാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായ വർഷം ഏത്? കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് 2007. 2007.
കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആര്? വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. അപ്പൊ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ റവന്യൂ മന്ത്രിയാണ്. ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. ജന്മി സമ്പ്രദായം നിർത്തലാക്കിയത് 1ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ്. 1951 1ാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയത്. ലോക മുള ദിനം എന്നാണ്. ലോക മുള ദിനം, ബാംബു ഡേ ആയിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 18. വേൾഡ് ബാംബു ഡേ സെപ്റ്റംബർ 18. വേമ്പനാട്ടു കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ഏതാണ്? വേമ്പനാട്ടു കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്നത് തണ്ണീർമുക്കം ബണ്ടാണ്. അപ്പൊ തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ടു കായലിന് കുറുകെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം ഏത്? ചുണ്ണാമ്പ് കല്ല് വാളയാറാണ്. വാളയാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്നത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം രചിച്ചത് ആര്? നാടകത്തിന്റെ പേര് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി രചിച്ചത് തോപ്പിൽ ബാസിയാണ്. തോപ്പിൽ ബാസി. ആഗോളതാപനം മരമാണ് മറുപടി എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണ്? ആഗോളതാപനം മരമാണ് മറുപടി എന്നത് ഹരിത കേരളം പദ്ധതിയുടെ മുദ്രാവാക്യമാണ്. ഹരിത കേരളം പദ്ധതി. വായുമലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയ മാനദണ്ഡം അറിയപ്പെടുന്നത് BS6 എന്നാണ്. ഭാരത് സ്റ്റേജ് 6. ഭാരത് സ്റ്റേജ് 6. ജലമലിനീകരണത്തിന്റെ തോത് അറിയാനായിട്ട് ഉപയോഗിക്കുന്നത് BOD ആണ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD. ശുദ്ധജലത്തിന്റെ BOD മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിന്റെ BOD മൂല്യം 5 ppm താഴെയാണ്. 5 ppm താഴെയാണ് ശുദ്ധജലത്തിന്റെ BOD മൂല്യം. സ്വച്ഛ് ഭാരത് പദ്ധതി ആരംഭിച്ചത് 2014 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് പദ്ധതി ആരംഭിച്ചത്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. കമ്മ്യൂണിറ്റി റിസർവുകൾ. ദൃഷ്ടിപടലത്തിൽ കാഴ്ച സാധ്യമാകുന്ന ഭാഗം ഏതാണ്? കാഴ്ച സാധ്യമാകുന്ന ഭാഗം പീതബിന്ദുവാണ്. ദൃഷ്ടിപടലത്തില് കാഴ്ച സാധ്യമാകുന്ന ഭാഗം പീതബിന്ദു. കണ്ണീരിൽ കാണപ്പെടുന്ന എൻസൈം ഏതാണ്? കണ്ണുനീരിൽ കാണപ്പെടുന്ന എൻസൈം ലൈസോസൈം ആണ്. ലൈസോസൈം. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി മാറുന്ന അവസ്ഥ. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായിട്ട് മാറുന്ന അവസ്ഥയാണ് മാലക്കണ്ണ്, സിറോഫ്താൽമിയ. മാലക്കണ്ണ് അഥവാ സിറോഫ്താൽമിയ. ഏത് ഹോർമോണിന്റെ കുറവാണ് പ്രമേഹത്തിന് കാരണമാകുന്നത്? പ്രമേഹത്തിന് കാരണമാകുന്നത് ഇൻസുലിന്റെ കുറവാണ്. ഇൻസുലിന്റെ കുറവാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് എന്ന് കമന്റ് ചെയ്യുക. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, യുവത്വ ഹോർമോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. യുവത്വ ഹോർമോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥി. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിൻ ആണ്. തൈമോസിൻ. മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി. ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്ന നാസിക് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്ന നാസിക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്നത് സ്ട്രാറ്റസ് ആണ്. സ്ട്രാറ്റസ്. ലോകസഭാംഗത്തിന്റെ കാലാവധി എത്രയാണ്? ലോകസഭാംഗത്തിന്റെ കാലാവധി 5 വർഷം. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി 61ാം ഭേദഗതിയാണ്. 61ാം ഭേദഗതി. ഇന്ത്യയിൽ നിലവിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നതിനായി ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന പ്രധാന സൂചികയാണ് ഉപഭോക്തൃ വില സൂചിക, CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം. അരുവിപ്പുറം പ്രതിഷ്ഠ 1888 ഗ്രാമപഞ്ചായത്ത് അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 21 വയസ്സാണ്. വൈദ്യുത പ്രക്ഷോഭം നടന്നത് ഏത് സ്ഥലത്താണ്? വൈദ്യുത പ്രക്ഷോഭം നടന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നത്? 101ാമത്തെ ഭേദഗതിയാണ്. 101ാം ഭേദഗതി.
യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ്? 7ാമത്തെ പട്ടികയാണ് 7ാം പട്ടിക. കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം, മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ് എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടത് നീതി ആയോഗാണ്. നീതി ആയോഗ്. മൗലികാവകാശമായ വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം 21A ആണ്. 21A. അന്താരാഷ്ട്ര തലത്തിൽ യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് യോഗാ ദിനം ജൂൺ 21 ജൂൺ 21. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 104ാമത്തെ ഭേദഗതിയാണ്. 2019 104ാം ഭേദഗതി. PT ഉഷയുടെ ആത്മകഥയുടെ പേര്? PT ഉഷയുടെ ആത്മകഥയാണ് ഗോൾഡൻ ഗേൾ. ഗോൾഡൻ ഗേൾ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ആദ്യത്തേത് തെന്മലയാണ്. തെന്മല. ഹിമാലയൻ രൂപം കൊണ്ടിരിക്കുന്നത് ഏത് തരം ഫലകാതിരിലാണ്? സംയോജക സീമയിലാണ് ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ശാസ്ത്രീയ നൃത്തങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ദേശീയ അക്കാദമി ഏതാണ്? ശാസ്ത്രീയ നൃത്തങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് സംഗീത നാടക അക്കാദമിയാണ്. സംഗീത നാടക അക്കാദമി. ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ ആണ്. രാജസ്ഥാൻ. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല. ഇതൊരു നിയമപരമായ സ്ഥാപനം, അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. യുനെസ്കോ സ്ഥാപിതമായ വർഷം? യുനെസ്കോ 1945 നവംബർ 16 യുനെസ്കോ സ്ഥാപിതമായത്. 1945 നവംബർ 16. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. ഫ്രാൻസിലെ പാരീസാണ്. യുനെസ്കോയുടെ സംഗീത നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യൻ നഗരം ഏത്? സംഗീത നഗരം ഗോളിയോറാണ്. മധ്യപ്രദേശിലെ ഗോളിയോറാണ് സംഗീത നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യൻ നഗരം. 2023. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത്? ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റായ് സാധയാണ്. പ്രേം ബിഹാരി നരേൻ റായ് സാധ. അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത്? അസാധാരണ സംയുക്തം ജലമാണ്. വിശിഷ്ട താപധാരത ഏറ്റവും കൂടുതലുള്ള മൂലകം? വിശിഷ്ട താപധാരത ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. കേരളം ഉൾപ്പെടെയുള്ള പുതിയ 14 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനിടയായ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 7ാം ഭേദഗതിയാണ്. 1956 7ാം ഭേദഗതിയാണ് കേരളം ഉൾപ്പെടെയുള്ള പുതിയ 14 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് ഇടയായ ഭരണഘടനാ ഭേദഗതി. 7ാം ഭേദഗതി. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ്. ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം? ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് എന്നാണ്. എലിഫസ് മാക്സിമസ് ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം. ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ഏതാണ്? GST കൗൺസിലാണ്. GST കൗൺസിൽ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടത്? 279A വകുപ്പ് പ്രകാരം സ്ഥാപിക്കപ്പെട്ടതാണ് GST കൗൺസിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. നോർക്കയുടെ ചെയർമാൻ ആരാണ്? നോർക്ക മുഖ്യമന്ത്രിയാണ്. നോർക്ക. നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് അഫയേഴ്സ്. നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് അഫയേഴ്സ് ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർസക് എന്നത് എത്ര പ്രകാശ വർഷമാണ്? പാർസക് എന്നത് 3.26 പ്രകാശ വർഷമാണ് പാർസക് എന്നത്.
അവസാനത്തെ മാമാങ്കം നടന്ന വർഷമേത്? അവസാനത്തെ മാമാങ്കം നടന്നത് 1755 1755 അവസാനത്തെ മാമാങ്കം നടന്നത്. 1755. കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാരാണ്? കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. സി കേശവൻ. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. ഭരണഘടനാ ഭേദഗതിയെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? അനുച്ഛേദം 368. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റിക്സ്. ഇന്ത്യയുടെ ചുവന്ന നദി ബ്രഹ്മപുത്ര. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. സംഘകാലത്തെ സമുദ്രതീര പ്രദേശം അറിയപ്പെട്ടിരുന്നത്? സമുദ്രതീര പ്രദേശം നെയ്തൽ എന്നാണ്. നെയ്തൽ. ആരുടെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ചതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി? സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ചതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. കേരളത്തിൽ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്? 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ്? പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത്? ആർട്ടിക്കിൾ 352. ജർമ്മനിയിൽ നിന്നുമാണ്. ജർമ്മനി. ഇന്ത്യൻ ഭരണഘടനയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം കടമെടുത്തത് ജർമ്മനിയിൽ നിന്നുമാണ്. തിലോത്തമ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്? തിലോത്തമ. തിലോത്തമ എന്നത് എള്ളിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്. എള്ള്. സെൽഷ്യസ് ഫാരൻഹീറ്റ് സ്കെയിലുകൾ ഒരേ അളവിൽ കാണിക്കുന്ന ഊഷ്മാവ്? -40 സെൽഷ്യസ് ഫാരൻഹീറ്റ് സ്കെയിലുകൾ ഒരേ അളവിൽ കാണിക്കുന്ന ഊഷ്മാവാണ് -40. ആരുടെ യഥാർത്ഥ നാമമായിരുന്നു സുബ്ബരായർ? സുബ്ബരായർ എന്നത് ആരുടെ യഥാർത്ഥ നാമം? തൈക്കാട് അയ്യയുടെ യഥാർത്ഥ നാമമാണ് സുബ്ബരായർ. ബക്രാനങ്കൽ വിവിധോദ്ദേശ പദ്ധതി ഏത് നദിയിലാണ്? ബക്രാനങ്കൽ വിവിധോദ്ദേശ പദ്ധതി സത്ലജ് നദിയിലാണ്. സത്ലജ് നദി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? സുഗത കുമാരി. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത്? ടൈറ്റാനിയം. ഭാവിയുടെ ലോഹം ടൈറ്റാനിയം. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്ത മേഖല കൃഷിയാണ്. കൃഷി. കേരളത്തിലെ ഏത് ആദിവാസി വിഭാഗത്തെ പറ്റിയാണ് ഗാന്ധിജി യങ് ഇന്ത്യയിൽ ലേഖനം എഴുതിയത്? നായാടികളെ കുറിച്ചാണ്. നായാടികൾ. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ കായിക താരമാര്? ഭാരതരത്ന സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിച്ച വർഷം 2014. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അയിത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? മെയ് 22. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണം? വാമനത്വത്തിന് കാരണമാകുന്നത് സൊമാറ്റോട്രോപ്പിന്റെ കുറവാണ്. സൊമാറ്റോട്രോപ്പിൻ. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി? ബ്രിക്സ് ഉച്ചകോടി വേദി ഇന്ത്യയാണ്. ഇന്ത്യ. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം 1934. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് 1934. ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി? ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. 1 കിലോ സ്വർണം എത്ര പവനാണ്? 125 പവനാണ്. സ്വത്തവകാശ നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ആപേക്ഷിക ആർദ്രത അളക്കുവാനുള്ള ഉപകരണം? ആപേക്ഷിക ആർദ്രത ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. പ്രോട്ടീൻ എന്ന സംയുക്തത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ ഏതെല്ലാം? പ്രോട്ടീനിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ.
ISRO രൂപീകൃതമായ വർഷം ISRO 1969 1969 ISRO രൂപീകൃതമായത്. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നത് കോശത്തിന് ദൃഢത നൽകുന്നതുമായ ഭാഗം സസ്യകോശത്തിലാണ് കാണപ്പെടുന്നത്. ഏതാണ്? കോശഭിത്തിയാണ്. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതും കോശത്തിന് ദൃഢത നൽകുന്നതുമായ ഭാഗമാണ് കോശഭിത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ബാലവേല നിരോധിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 24. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ആണ്. 1809. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായ വർഷം 1859 1859. എപ്പോഴും മുന്നോട്ട് എന്നത് ഏത് കായികോത്സവത്തിന്റെ ആപ്തവാക്യമാണ്? എപ്പോഴും മുന്നോട്ട്. ഏഷ്യാഡിന്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എന്നത്. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? കോൺകേവ് മിറർ ആണ്. റോയൽ ഡിസീസ് എന്ന് വിളിക്കപ്പെട്ട അസുഖം ഹീമോഫീലിയ. ഹീമോഫീലിയ. കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. ബെറിബറി എന്ന രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ B1 ആണ്. വിറ്റാമിൻ B1. കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? ലോകസഭാ മണ്ഡലങ്ങൾ എത്രയാണുള്ളത്? 20 ലോകസഭാ മണ്ഡലങ്ങളാണുള്ളത്. വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി മാറ്റിയത് 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 86ാം ഭേദഗതി. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിംഗ്, പൗരത്വം തുടങ്ങിയവ അധികാര വിഭജനത്തിന്റെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. യൂണിയൻ ലിസ്റ്റ്. സൈബർ നിയമങ്ങൾ അധികാര വിഭജനത്തിന്റെ ഏത് ലിസ്റ്റിൽ പെടുന്നു? സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങളിൽ വരുന്നു. അവശിഷ്ടാധികാരങ്ങൾ. കേരള ബാങ്കിന്റെ ആകെ ഓഹരി പങ്കാളിത്തത്തിൽ കേരള ഗവൺമെന്റിന്റെ വിഹിതം എത്ര ശതമാനമാണ്? 40%. 40%. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോയാണ്. ടിസ്കോ. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിലാണ്. 2010 ഏപ്രിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ ഭാഗം 3. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ എത്ര സമയമേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്? ലോകത്തെ 24 സമയമേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മാനക സമയമായി കണക്കാക്കുന്നത് ഏത് സമയം? ഇന്ത്യയുടെ മാനക സമയം 82.5 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് രേഖാംശയിലുള്ള പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ മാനക സമയമായിട്ട് കണക്കാക്കുന്നത്. 82 ഡിഗ്രി 30 മിനിറ്റ്. 82 ഡിഗ്രി 30 മിനിറ്റ്. ജയ്പൂരിലെ ജന്തർ മന്ദിർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2010. വിഷുവങ്ങൾ എന്നറിയപ്പെടുന്ന ദിനങ്ങളുടെ പ്രത്യേകത എന്ത്? വിഷുവങ്ങൾ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം എന്തായിരിക്കും? തുല്യമായിരിക്കും. വിഷുവങ്ങൾ 2 അർദ്ധഗോളങ്ങളിലും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇന്ത്യയിൽ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയതാരാണ്? കോൺവാലിസ് പ്രഭുവാണ്. കോൺവാലിസ് പ്രഭു. യോഗക്ഷേമ സഭയുടെ സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്തത്? യോഗക്ഷേമ സഭ. VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത്? നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശം? കാളി നദി മുതൽ ടീസ്റ്റ നദി വരെ മധ്യ ഹിമാലയമാണ്. മധ്യ ഹിമാലയം. അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് എത്ര ശതമാനമാണ്? നൈട്രജന്റെ അളവ് 78%. അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തിരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. താപവ്യത്യാസം. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ.
കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിലെത്തുന്ന ഏത് വാതകമാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്? അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. സൾഫർ ഡയോക്സൈഡ് ആണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല, ഏറ്റവും ജനസാന്ദ്രത കൂടിയത് തിരുവനന്തപുരം ജില്ലയാണ്. ഏത് ലോഹത്തിന്റെ അയിരാണ് സിന്നബാർ? സിന്നബാർ ഏത് ലോഹത്തിന്റെ അയിരാണ്? മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഏത് ഇനം ഹെപ്പറ്റൈറ്റിസ് ആണ് മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയും പകരുന്നത്? ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവയാണ് മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയും പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവയാണ്. ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്ന രോഗാണു ഏത്? ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്നത് വൈറസ് ആണ്. വൈറസ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ടെക്നോ പാർക്കാണ്. തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്ക്. പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. പദവി നാമങ്ങൾ ആർട്ടിക്കിൾ 18 ആണ്. ആർട്ടിക്കിൾ 18. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്താണ്? ആദ്യത്തേത് വൈക്കം സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം. ബോൾ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരം ഏത്? ബോളിന്റെ ആകൃതിയിൽ ഫുള്ളറിനാണ്. ഫുള്ളറിൻ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ EK ജാനകി അമ്മാളാണ്. EK ജാനകി അമ്മാൾ. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹിക നേതാവ്. ദളിത് എന്ന പദം ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെ. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം 1949 ആണ്. 1949 ജൂലൈ 1. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെർബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. വെർണിക്സ് ഏരിയ. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ച സംഘടന. നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാര് പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാര് പുറത്താക്കുക എന്നത് ഏത് ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുറിച്യ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കുറിച്യ ലഹളയുടെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാര് പുറത്താക്കുക എന്നത്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുറിപ്പിക്കുമെന്ന മുദ്രാവാക്യം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. സർവശിക്ഷ അഭിയാന്റെ ആപ്തവാക്യം സർവശിക്ഷാ അഭിയാൻ സർവരും പഠിക്കുക, സർവരും വളരുക. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 300A ആണ്. ആർട്ടിക്കിൾ 300A. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത വർഷം ഏതാണ്? 1978 ആണ്. 1978. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നുമാണ്? ബ്രിട്ടനിൽ നിന്നുമാണ്. ഏക പൗരത്വം ബ്രിട്ടൻ. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നെല്ലിനമേത്? നവരയാണ്. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നെല്ലിനം നവരം. കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന GST ഐഡന്റിഫിക്കേഷൻ നമ്പർ എത്രയാണ്? 32 ആണ്. കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന GST ഐഡന്റിഫിക്കേഷൻ നമ്പർ 32. GSTയുടെ ആപ്തവാക്യം ഒരു രാജ്യം, ഒരു നികുതി, ഒരു വിപണി. 1 നേഷൻ, 1 ടാക്സ്, 1 മാർക്കറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണ്? ഏക തീയതി 1949 നവംബർ 26 ആണ്. 1949 നവംബർ 26. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എത്രയാണ്? ശൂന്യതയിലാണ്. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗം എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണ്. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ്.
ബാരിസ് എന്നറിയപ്പെടുന്ന നദി ബാരിസ്, പമ്പ നദിയാണ് ബാരിസ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? കേരളം 1.18%. 1.18%. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണ്? കേരളത്തിന്റെ രേഖാംശീയ വ്യാപ്തി 2.5 ഡിഗ്രിയാണ്. 2.5 ഡിഗ്രി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 21-ാം സ്ഥാനമാണ് വിസ്തീർണത്തിൽ കേരളത്തിന്റെ സ്ഥാനം 21. ആനമുടിയുടെ ഉയരം എത്രയാണ്? ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി ഏത് ജില്ലയിലാണ്? പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പൊന്മുടി തിരുവനന്തപുരം ജില്ല. ഏത് ജില്ലയിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്? അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. പെരിയാറിന്റെ നീളം എത്രയാണ്? പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. 244 കിലോമീറ്റർ. മാമാങ്കവേദിയായിരുന്ന തിരുനാവായ ഏതു നദിയുടെ തീരത്തായിരുന്നു? മാമാങ്കവേദിയായിരുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു. ഭാരതപ്പുഴ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂല്യവർദ്ധിത നികുതി വാറ്റ് നിലവിൽ വന്ന തീയതി ഏത്? 2005 ഏപ്രിൽ 1 2005 ഏപ്രിൽ 1. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ചുമത്തുന്ന അധിക നികുതി ഏത് പേരിൽ അറിയപ്പെടുന്നു? സെസ്. GST കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമാർജന പരിപാടി ഏതാണ്? കേരളശ്രീ ആണ്. കേരളശ്രീ. കുടുംബശ്രീയുടെ 3 തൂണുകൾ എന്നറിയപ്പെടുന്നത് ഏതെല്ലാമാണ്? സൂക്ഷ്മ വായ്പ, സംരംഭകത്വം, ശാക്തീകരണം. സൂക്ഷ്മ വായ്പ, സംരംഭകത്വം, ശാക്തീകരണം. കുറഞ്ഞ വിലയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം. ഏത് ലോഹത്തിന്റെ പേരിന്റെ അർത്ഥമാണ് ഞാൻ പ്രകാശം വഹിക്കുന്നു എന്നത്? ഫോസ്ഫറസ്. ഫോസ്ഫറസ് എന്ന ലോഹത്തിന്റെ പേരിന്റെ അർത്ഥമാണ് ഞാൻ പ്രകാശം വഹിക്കുന്നു എന്നത്. കേരളത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടാകാവുന്ന പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 21. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. ക്യാൻസറിന് കാരണമായ ജീനുകൾ ഓങ്കോജീനുകൾ. അവസാനത്തെ ചോദ്യം, അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ്? അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.